മുനമ്പം ഭൂമിയുടെ പഠനത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് കേരള സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ കമ്മീഷൻ്റെ നിയമന ഉത്തരവ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി റദ്ദാക്കി. ഈ വിഷയത്തിൽ സർക്കാർ നടത്തുന്ന ഒരു അന്വേഷണത്തിനും ഒരു പ്രസക്തിയുമില്ല. ഇങ്ങനെ ഒരു കമ്മീഷൻ്റെ തന്നെ യാതൊരു ആവശ്യവുമില്ല എന്നാണ് കോടതിയുടെ ഫൈൻഡിങ്. കാരണം വഖഫ് നിയമപ്രകാരം ഇത് വഖഫ് ബോർഡിൽ നിക്ഷിപ്തമായിട്ടുള്ള വസ്തുവാണ്. അതിനെ സംബന്ധിച്ചുള്ള എല്ലാ തർക്കങ്ങളും പരിശോധിക്കേണ്ടത് വഖഫ് ബോർഡും വഖഫ് ട്രിബ്യൂണലുമാണ്. അല്ലാതെ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ, ജുഡീഷ്യൽ അല്ലാത്ത അന്വേഷണ കമ്മീഷനോ ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. നിയമപരമായി നോക്കുമ്പോൾ വളരെ ശരിയായിട്ടുള്ള ഒരു തീരുമാനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. വസ്തുതാപരമായിട്ട് പലർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും എന്നുള്ളത് വേറെ കാര്യം. കോടതിക്ക് നിയമമേ നോക്കേണ്ട ആവശ്യം, മനുഷ്യത്വപരമായ വിഷയങ്ങൾ അല്ലെങ്കിൽ തീറാധാരം ചെയ്ത് വാങ്ങിയ ആളുകൾക്ക് ഭൂമിയിലുള്ള അവകാശം മുതലായ കാര്യങ്ങളൊന്നും അവിടെ പ്രസക്തമല്ല. വഖഫ് സംരക്ഷണ സമിതി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം ആളുകളാണ് ഇതുമായിട്ട് റിട്ട് ഹർജിയുമായിട്ട് കോടതിയെ സമീപിച്ചു. അവരാണ് വളരെ കാലമായിട്ട് ഇതിൽ കേസ് നടത്തുന്നതും അവർ തന്നെയാണ്. അവരുടെ ആരുടെ വസ്തുവകൾ അവിടെ ഇല്ല. അവർക്ക് ഈ വസ്തു കേസ് എങ്ങനെ ജയിച്ചാലും തോറ്റാലും അവർക്ക് പുതുതായിട്ടൊന്നും കിട്ടാനുമില്ല, പോകാനുമില്ല. വസ്തു എന്ന് പറയുന്നത് പണ്ട് ഒരു സേട്ടു അദ്ദേഹത്തിനുണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു അധികാരം, ഒരു അവകാശം ഒരു ഡീഡ് പ്രകാരം കോഴിക്കോട്ടെ ഫാറൂഖ് കോളേജിൽ എഴുതി കൊടുത്താണ്. ഫാറൂഖ് കോളേജിൻ്റെ ഉടമസ്ഥയിലായിരുന്നു വസ്തു ഉണ്ടായിരുന്നത്. അവിടുത്തെ കുടിയാന്മാരായിരുന്ന ആളുകൾ, അല്ലെങ്കിൽ കൈവശക്കാരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ കയ്യേറ്റക്കാരായിട്ടുള്ള ആളുകൾ അവരുമായിട്ട് വളരെ കാലം കേസ് നടത്തി. കേസിൽ ഫാറൂഖ് കോളേജിൽ ജയിച്ചു, പറവൂർ കോടതിയിൽ ജയിച്ചു, ഹൈക്കോടതിയിൽ ജയിച്ചു. പിന്നീട് കുറേ കാലം അവിടെ ഫാറൂഖ് കോളേജിൻ്റെ നടത്തിപ്പുകാർ വന്ന് തെങ്ങ് എറിച്ച് തേങ്ങ കൊണ്ടുപോയി. അല്ലാതെ കൈവശത്തിലുണ്ടായിരുന്നില്ല. കൈവശം അപ്പോഴും ഈ താമസക്കാരുടെ കയ്യിൽ തന്നെയായിരുന്നു, കൈവശക്കാരുടെ അല്ലെങ്കിൽ കയ്യേറ്റക്കാരുടെ കയ്യിലായിരുന്നു. പിന്നീട് അവിടെ താമസിക്കുന്ന ആളുകൾ ഫാറൂഖ് കോളേജുമായിട്ട് ഒത്തീർപ്പായി. ഫാറൂഖ് കോളേജുകാർ പറഞ്ഞ പൈസ കൊടുത്ത് ആധാരം രജിസ്റ്റർ ചെയ്ത് വാങ്ങിച്ചു. അത് ഇവരുടെ പൂർണ്ണമായ ഉടമസ്ഥതയിലും കൈവശത്തിലുമുള്ള വസ്തുവായിട്ട് മാറി. അത് പിന്നെ നാളിതുവരെ ഫാറൂഖ് കോളേജുകാർ അവിടെ യാതൊരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. ഇവിടെ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് ഫാറൂഖ് കോളേജ് അവിടെ ഒരു ട്രെയിനിങ് കോളേജ് ആരംഭിച്ചു. അതിൻ്റെ കെട്ടിടം പണിഞ്ഞത് ഈ മുനമ്പത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളും തെങ്ങേറ്റ തൊഴിലാളികളും ചെത്തുകാരും ഒക്കെ കൊടുത്ത പൈസയാണ്. ആ പൈസ കൊണ്ട് പണിയിച്ച കെട്ടിടം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അവിടെയാണ് B.Ed കോളേജ് നടക്കുന്നത്. ഫാറൂഖ് കോളേജിന് മറിച്ചൊരു വാദമില്ല. ഞങ്ങൾ വിൽക്കാത്ത വസ്തുവാണ്, ഞങ്ങൾക്ക് ഇപ്പോഴും അതിൽ അവകാശമുണ്ടെന്ന് അവർ പറയുന്നില്ല. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ വഖഫ് സംരക്ഷണ സമിതിക്കാർ അങ്ങനെയല്ല പറഞ്ഞത്. അവർ പറയുന്നത് ഒരിക്കൽ വഖഫ് ചെയ്ത വസ്തു എക്കാലവും വഖഫാണ്, കാൽപാദകാലം വരെ വഖഫാണ്, ഖിയാമത്ത് നാളിൻ്റെ പിറ്റേ ദിവസം വരെ വഖഫായിരിക്കും. അത് ഫാറൂഖ് കോളേജ് വിറ്റാലും വാങ്ങുന്നവർക്ക് അതിൽ അവകാശമില്ല. അവർക്ക് ഇതിൽ ഉടമസ്ഥാവകാശം കിട്ടുകയില്ല, കൈവശാവകാശം പോലും അവർക്കില്ല. സത്യം പറഞ്ഞാൽ അവരിപ്പോൾ ഒഴിഞ്ഞു കൊടുക്കണം. അവർ കൂടും കൊടുക്കുകയും എടുത്ത് മുനമ്പത്ത് നിന്ന് എവിടേക്കെങ്കിലും പോകണം, കടലിൽ ചാടി മരിക്കാം, അതിന് വിരോധമില്ല. അതെല്ലാം നാട് വിട്ട് വേണമെങ്കിൽ പോകാം, വല്ല സോമാലിയയിലേക്ക് പോകണമെങ്കിൽ അതിന് വിരോധമില്ല. പക്ഷേ മുനമ്പത്ത് അവർക്ക് യാതൊരു അധികാരവുമില്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ ഇതൊരു സാമൂഹ്യ വിഷയമായി, രാഷ്ട്രീയ വിഷയമായി സുരേഷ് ഗോപി മുനമ്പത്ത് വരുന്നു, പിന്നെ VD സതീശൻ വരുന്നു, മുഹമ്മദ് ഷിയാസ് പോകുന്നു. ഇങ്ങനെ ഒരു വിഷയമായി കഴിഞ്ഞപ്പോൾ സർക്കാർ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞല്ലോ. മാത്രമല്ല വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചു. വഖഫ് സംരക്ഷണ സമിതിക്കാർ മാത്രമല്ല, വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചു. വഖഫാണ് എന്നവർ സ്ഥിരീകരിച്ചു. ഫാറൂഖ് കോളേജിന് വേണ്ടെങ്കിലും വഖഫാണ് എന്ന നിലപാടാണ് ബഹുമാനപ്പെട്ട വഖഫ് ബോർഡ് കൈക്കൊണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില കേസുകൾ ഹൈക്കോടതിയിലുണ്ട്. ആ സമയത്ത് ഇവരുടെ കരം സ്വീകരിക്കുന്നത്, ഭൂനികുതി സ്വീകരിക്കുന്നത് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് വിലക്കി. കൊച്ചി തഹസിൽദാർ പറഞ്ഞു ഇനി മേലിൽ മുനമ്പത്തുള്ള ഒരു കുഞ്ഞിൻ്റെ പോലും ഈ ടാക്സ് മേടിക്കരുത്. അപ്പോഴാണ് ഇവർ കുടിക്കുന്നത്. അപ്പോഴാണ് ഈ അവിടുത്തെ താമസക്കാർ പരാതിയുമായിട്ട് വരുന്നത്, അന്വേഷണമായിട്ട് വരുന്നത്. ആ സിംഗിൾ ജഡ്ജി ആ സ്റ്റേ വെക്കേറ്റ് ചെയ്തു. പക്ഷേ ഡിവിഷൻ ബെഞ്ചിൻ്റെ സ്റ്റേ ഇപ്പോഴും ഉണ്ട്. അപ്പോഴാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി, ഈ പാവങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ജസ്റ്റിസ് രാമേന്ദ്രൻ നായരെ കരുവാക്കി ഇങ്ങനൊരു അന്വേഷണം പ്രഖ്യാപിച്ചു. അദ്ദേഹം അന്വേഷണം നടത്തി, തെളിവെടുപ്പ് പൂർത്തീകരിച്ചു. റിപ്പോർട്ട് എഴുതാൻ എടുത്തപ്പോഴാണ് വഖഫ് സംരക്ഷണ സമിതിക്കാർക്ക് മനസ്സിലായി ഇത് ഇവിടെ കൊണ്ട് റിപ്പോർട്ട് വന്ന് നമുക്ക് ദോഷവും എന്ന് തോന്നിയിട്ടോ എന്തോ അവർ നേരെ തന്നെ ഹൈക്കോടതിയിൽ പോയി. ആ ഹൈക്കോടതി ഈ കമ്മീഷനെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ തടഞ്ഞു. അതുകൊണ്ടാണ് കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതിനാണ് റിപ്പോർട്ട് വന്നത്. ഏതായാലും റിപ്പോർട്ട് വന്നില്ല. ഇപ്പോൾ കമ്മീഷൻ തന്നെ ഇല്ലാണ്ടായി. അപ്പോൾ തുടങ്ങിയ സ്ഥലത്ത് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇനി മുനമ്പത്തുകാർക്ക് സമരം തുടരാം, ഒന്ന്. രണ്ട്, വഖഫ് സംരക്ഷണ സമിതിക്കാർക്ക് വീണ്ടും ആവേശത്തോടു കൂടി
ഈ വഖഫ് വസ്തു വീണ്ടെടുക്കാൻ കഴിഞ്ഞാൽ സന്തോഷിക്കാം. മൂന്നാമത്തത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ മോച്ചായ മാറും. കാരണം വി ഡി സതീശനും മറ്റുമൊക്കെ പറഞ്ഞത് ഇത് വഖഫല്ല, വഖഫ് ബോർഡിന് ഇവിടെ ഒരു കാര്യവുമില്ല എന്നാണ്. ഇപ്പോൾ അത് പോയി, വഖഫാണ്. വഖഫ് ബോർഡിന് മാത്രമേ കാര്യമുള്ളൂ, വഖഫ് ബോർഡിന് അല്ലാതെ ആർക്കും കാര്യമില്ല. ഫാറൂഖ് കോളേജുകാർ കുടിക്കും. കാരണം വഖഫല്ല, വഖഫായിരുന്നെങ്കിൽ തന്നെ ഞങ്ങൾ വിറ്റതിന് ശേഷം അത് ഞങ്ങളുടെ വസ്തുവല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ പുതിയ ഇത് പ്രകാരം എന്ത് സംഭവിക്കും? അത് വഖഫാണ്, ഫാറൂഖ് കോളേജിൻ്റെ വസ്തുവാണ്. ഫാറൂഖ് കോളേജിന് വേണമെങ്കിലും വേണ്ടെങ്കിലും വഖഫ് തന്നെയാണ്. വാങ്ങിയ ആൾക്കാരുടെ സ്ഥിതി എന്താണ്? അവരുടെ കയ്യിലെ കാശും പോയി, അവർക്ക് സ്ഥലവും കിട്ടിയില്ല എന്ന അവസ്ഥയിലെത്തി. പിന്നെ ഇനി എന്താ ബാക്കിയുള്ളത്? ഈ ഒറ്റ കാര്യവും ബാക്കിയുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച നമ്മുടെ വഖഫ് ഭേദഗതി നിയമമുണ്ടല്ലോ, ആ സാധനം പാസ്സായി കഴിഞ്ഞാൽ, അത് പാസ്സായാൽ കളി മാറും. അത് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഈ അവകാശവാദം വേറൊരു തലത്തിലേക്ക് പോകും. കാരണം പണം കൊടുത്ത് വാങ്ങിയ വസ്തുവിൽ ആർക്കാണ് അവകാശം, ആർക്കാണ് അധികാരം? അപ്പോൾ ഇനി കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റ് മാത്രമേ മുരമ്പത്തുകാരുടെ മുമ്പിൽ ബാക്കിയുള്ളൂ. വഖഫ് സംരക്ഷണ സമിതിക്കാർക്ക് അപ്പോഴും സമരം ചെയ്യാൻ ഇഷ്ടംപോലെ അവസരമുണ്ട്. ഈ നിയമം പാസ്സാക്കരുത് എന്ന് പറഞ്ഞ് പോപ്പുലർ ഫ്രണ്ടുകാരും മറ്റും വലിയ ജാഥ നടന്നത് നമ്മൾ കണ്ടു. ലീഗ് പോലെയുള്ള പാർട്ടികളാരും അതിനോട് സഹകരിച്ചില്ല. കോൺഗ്രസ്സുകാർക്ക് ഒരു സംഭവമായിട്ട് അറിഞ്ഞു പോലുമില്ല. അവർ വഖഫ് നിയമ ഭേദഗതിയോട് എതിർപ്പുള്ളവരാണ്. പക്ഷേ അതിനെതിരായിട്ട് പ്രതിഷേധിക്കാനോ പ്രകടനം നടത്താനോ നിവൃത്തിയില്ല. കാരണം 2025 ആണ്ടിൽ തന്നെ 25 ഡിസംബറിൽ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ വരാനുണ്ട്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്. പിന്നെ 2026 ഏപ്രിൽ മാസത്തിൽ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ ഒരാണ്ടായാലും ഇവരുടെ കാര്യം വളരെ ബുദ്ധിമുട്ടാവും. മാർക്സിസ്റ്റുകാർക്ക് അത്ര പ്രശ്നമില്ല. അവർ മുയലുകൾക്കൊപ്പം ഓടുകയും വേട്ടക്കാർക്കൊപ്പം, വേട്ടനായ്ക്കൾക്കൊപ്പം ഓടുകയും ചെയ്യാൻ പഠിച്ചവരാണ്. അതിൽ കഴിവും പ്രാപ്തിയുള്ളവരാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കമ്മീഷൻ തന്നെ വെച്ചത്. ഏതായാലും സംഗതി വീണ്ടും കേന്ദ്രത്തിൻ്റെയും പാർലമെൻറ്റിൻ്റെയും കളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശനിയാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നു, മുരമ്പത്തുള്ള ഒരാൾ എന്നെ വിളിച്ചിട്ട് വളരെ സങ്കടമായിട്ട് പറഞ്ഞു, മുരമ്പം സമരത്തിൻ്റെ 150-ാം ദിവസം ഒരു മെത്രാനും വേദിയിൽ വന്നില്ല. മെത്രാൻ ഭരിപ്പ് സമരത്തെ കൈയൊഴിഞ്ഞു. കോൺഗ്രസ്സുകാരും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തോറ്റുപോയാലോ എന്നാണ് വരാപ്പുഴ ആർച്ച് ബിഷപ്പിൻ്റെയും ബാക്കി മെത്രാന്മാരുടെയൊക്കെ ഭയം, ഉത്കണ്ഠ. മാത്രമല്ല ഹൈബി ഈഡനും വി ഡി സതീശനൊക്കെ മെത്രാനെ വട്ടം പിടിച്ചിട്ടുണ്ട്. തിരുമേനി ഇനി മേലിൽ ഈ സമരമായിട്ട് സഹകരിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇവിടെ ഈ സമരം വിജയിച്ചു കഴിഞ്ഞാൽ അത് BJPക്ക് മൈലേജാവും. അപ്പോൾ എന്ത് തന്നെ സംഭവിച്ചാലും ലത്തീൻ കത്തോലിക്കരെ മുഴുവനും കോൺഗ്രസിൻ്റെ കൊടിക്കീഴിൽ നിർത്താനാണ് അതിരൂപതയും മറ്റാളുകളൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. ഉള്ള അഞ്ചിൽ പാറ്റ പിടിച്ചിടരുത് എന്നാണ് അവരുടെ റിക്വസ്റ്റ് എന്ന് ഒരു മുരമ്പത്തുകാരനെ വിളിച്ച് സങ്കടത്തോടെ പറഞ്ഞു. അത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. തിരുമേനിമാരെന്ത് തീരുമാനം എടുത്തതെന്ന് നമുക്കറിയില്ല. ഏതായാലും സംഗതി വീണ്ടും പാർലമെൻറ്റിൻ്റെ കളത്തിലേക്ക് പോവുകയാണ്. രണ്ടിലൊരാൾ അടിപെടും വരെ മല്ലയുദ്ധ പോരാട്ടം. ആര് ജയിക്കും, ആര് തോക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.